സന്ധ്യക്കത്തെ ഇവിടുത്തെ മെയിൻ പരിപാടിക്ക് മുല്ലപ്പൂ കെട്ടുന്നത്. ഇന്നലെ വരെ ഞാനായിരുന്നു, ഇന്ന് ഞാൻ അമ്മയ്ക്ക് കൈമാറി. അമ്മയാകുമ്പോൾ പെട്ടെന്ന് കെട്ടിക്കഴിയും, അത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. ഞാനാ പൂ കെട്ടുന്നതെങ്കിൽ നാളെ ആവും ഗൈസ്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന പോക്ക് നടക്കത്തില്ല. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ഒരുങ്ങിയിട്ട് വന്നു ഗൈസ്. അതിനുശേഷം ഞങ്ങളെല്ലാം കൂടെ ഒരുങ്ങിയിട്ട് അമ്പലത്തിലോട്ട് അങ്ങോട്ട് പോയി. അമ്പലത്തിൽ പോകുന്ന വഴിക്കാണെങ്കിൽ നിറച്ച് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ വരുന്ന വഴിക്ക് കുറച്ച് ഏറെ ഉണ്ട്, അപ്പം നല്ല രസം ഇങ്ങനെ കണ്ടുകൊണ്ട് വരാം. പിന്നീട് അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൻ്റെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കുറച്ച് നേരം വായി നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്ന ഗൈസ്. പിന്നീട് എനിക്ക് വ്ലോഗ് എടുക്കാൻ കയറിയുന്നതുകൊണ്ട് ഞാൻ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചില സമയത്ത് ഇൻട്രോവേർട്ടാണ്, ചില സമയത്ത് എക്സ്ട്രോവേർട്ടാണ്. യാഥാർത്ഥ്യത്തിൽ ഞാൻ ഏതാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ എല്ലാവരും പാത്രം കഴിവച്ചിട്ട് പോയി. ആ ഒരു നിരാശയിൽ നമ്മളിങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ മുളക് ബജ്ജി ഇങ്ങനെ മേടി വിളിച്ചത്. അപ്പം നമുക്ക് 2 മുളക് ബജ്ജിയും കോളിഫ്ലവർ ബജ്ജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. പക്ഷേ അതും നമ്മളെ നിരാശപ്പെടുത്തി. മുളക് ബജ്ജി ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതും വലിയ രസമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ പുറയിലോട്ട് പോയി. അവിടെ ഈ സമയമാകുമ്പോൾ കമ്പമൊക്കെ പൊട്ടും. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി ഗൈസ്. എൻ്റെ വ്ലോഗ് എടുക്കാനുള്ള തുറ വീണ്ടും ഉയർന്നു വന്നതുകൊണ്ട് ഞാൻ വീണ്ടും ആ പരിപാടിയിൽ തുടങ്ങി. ഈ ഹായ് തന്നത് പൊന്നേച്ചി, ഈ അമ്മയാണെങ്കിൽ അവിടെ സോൺ ഔട്ടായി പോയെന്ന് തോന്നുന്നു. ഈ ഹായ് തന്നത് സുധേത്തയാണ്, പൊന്നേച്ചിയുടെ അമ്മ. മറ്റുള്ള ലൈറ്റ്സിൽ നിന്നെല്ലാം യൂണീക്കായിട്ട് തന്നെ ഈ ഒരു ലൈറ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തതാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നപ്പോഴായിരുന്നു കമ്പം മുട്ടിയത്. അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.